1835 ഫെബ്രുവരി 2-ന് ലോർഡ് മക്കാളെ എന്ന് പറയുന്ന ഒരാൾ ഭാരതം സന്ദർശിച്ച ശേഷം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഒരു കത്ത് വെച്ചു. ആ കത്ത് അങ്ങ് വായിച്ചിട്ടുണ്ടാവും ഗൂഗിളിലോ. ആ കത്ത് ഇങ്ങനെയാണ് ഏകദേശ രൂപം: ഐ ഹാവ് ട്രാവൽഡ് അക്രോസ് ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ഇന്ത്യ. ഐ ഹാവ് നെവർ സീൻ എ ബെഗർ ഓർ എ തീഫ് ദർ. സച്ച് കാലിബർ ഓഫ് ദി പീപ്പിൾ ആൻഡ് സച്ച് മോറൽ വാല്യൂസ് പീപ്പിൾ ആർ കീപ്പിംഗ് ദർ ആൻഡ് സച്ച് എ വെൽത്ത് ഐ ഹാവ് സീൻ ഇൻ ദാറ്റ് കൺട്രി. So you don't conquer that country. We have to introduce our language there so that the people will think English will be good for education. So that we have to change the ancient education system of it. Moreover, we have to break the real backbone of that country. അവരെന്ത് ചെയ്തെന്നറിയോ? പ്രോണോളജിയെ നൂറ്റാണ്ട് കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ അവരുടെ സ്വായത്തമാക്കിയിരിക്കുന്ന അവർ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇൻ ഡൈ എന്ന് ഫണ്ടിച്ചുള്ള ഇന്ത്യ എന്ന് പേരിട്ട് കൈ തന്നു. ഈ ലോകത്താകമാനം നമ്മൾ ഓരോ നിമിഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇൻ ഡൈ, ഇൻ ഡൈ, ഇൻ ഡൈ. യു വിൽ നെവർ കം അപ്പ് ആൻഡ് നെവർ കം അപ്പ് ആൻഡ് നെവർ കം അപ്പ് അണ്ടിൽ യു ചേഞ്ച് ദിസ് നെയിം ടു ഭാരത്. ഇപ്പം ഭാരത് എന്ന പേര് മാറ്റിയപ്പോഴത്തേക്ക് പുരോഗമനം ഉണ്ടായെന്നാണ് അങ്ങ് പറയുന്നത്. പേര് മാറ്റിയിട്ടില്ലല്ലോ, അതിനുള്ള ശ്രമങ്ങൾ അല്ല, ഭാരത് എന്നാണ് ഇപ്പം കൂടുതലും പേര് ഉച്ചരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ലോകരാജ്യങ്ങളിലൊന്നും സഞ്ചരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാവും. ഇപ്പം ഭാരതം എന്ന് നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പുരോഗമനം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പൊ ഇന്ത്യ മുന്നണി എന്ന് നമ്മൾ പറയുമ്പോഴാണ് ഈ പ്രശ്നം. അപ്പൊ ഇന്ത്യ മുന്നണി വീണ്ടും കൂപ്പുകുത്തുന്നത് ആ പേര് തന്നെ ഉണ്ടല്ലോ, ഇൻഡൈ എന്നുള്ളത്. അല്ല, ഇന്ത്യ മുന്നണി എന്നുള്ള ഒരു രാഷ്ട്രീയ സഖ്യം, ഇന്ത്യ അതല്ലേ പറഞ്ഞു, ഇൻഡൈ എന്ന് തന്നെയല്ലേ അതിന്റെ ഫൗണ്ടേഷൻ. നമ്മൾ ഈ ഡി ഐക്ക് ഈ എന്ന് പറയുന്നത് അവർക്ക് നിലനിൽപ്പില്ല എന്നാണ് അങ്ങയുടെ സംഖ്യാശാസ്ത്രം വെച്ചിട്ട് പറയുന്നത്. നിലനിൽക്കില്ല. അപ്പൊ അങ്ങ് പറയുന്നത് ശബ്ദസംഖ്യാശാസ്ത്രം വ്യക്തികൾക്കും സ്ഥലത്തിനും എല്ലാത്തിനും ആപ്ലിക്കബിൾ ആണ്. ഏതിനും. അതിനൊരു ഉദാഹരണം കൂടെ പറയാം. എല്ലാ അർത്ഥത്തിലും നമ്മളെ ഇൻഡൈ എന്ന് പേരിട്ട് നമ്മളെ നശിപ്പിച്ച ശേഷം സൂര്യൻ അസ്തമിക്കാത്ത നാട് എന്ന് ഖ്യാതി നേടിയ ബ്രിട്ടന്റെ തലസ്ഥാനം ലണ്ടൻ എന്നാണ്. ഹി പുട്ട് ടു ഓൺ. ഓൺ എങ്ങനെ വർക്ക് ചെയ്യുന്നു? എബ്രഹാം ലിങ്ക് ഓൺ, ബിൽ ക്ലിന്റ് ഓൺ, നെൽസ് ഓൺ മണ്ടേരെ. നിങ്ങൾ ലോകത്തിൽ ഏത് സക്സസ് പ്രോഡക്റ്റ് എടുത്ത് നോക്കൂ. കാനോൺ, ഹിൽട്ടൺ, തോംസൺ, സാംസൺ, നിക്സൺ, ഡിക്സൺ, ക്രോംപ്ടൺ, പാരഗൺ, ഓൾ ആർ എൻഡ്സ് വിത്ത് ഓൺ. അത് ഓണായിട്ട് തന്നെ ഇരിക്കും. ഇന്നിപ്പോൾ ലോകത്ത് നടക്കുന്ന എല്ലാ ഫിനാൻസ് ട്രാൻസാക്ഷൻസും ഏത് കറൻസിയിലാണ്? ഡോളർ. ഡു ഓൾ എയർ എന്നാണ് അവൻ പേരിട്ടേക്കുന്നത്. ലോകത്തെന്ന് അതിനെ ബ്രേക്ക് ഇട്ടൊരു കാര്യം, അതിന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയല്ലേ യൂറോ ഒക്കെ ഇറക്കിയത്. പക്ഷെ ഒന്നും ആയില്ലല്ലോ.